എലപ്പുള്ളിയിൽ അനുമതി നൽകിയ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ സംശയങ്ങൾ ഉയർത്തുന്ന LDF ഘടകകക്ഷികൾക്കും പ്രതിപക്ഷത്തിനും മറുപടിയുമായി എക്സൈസ് മന്ത്രി MP രാജേഷ്. പദ്ധതിക്ക് വേണ്ടി ഒരു തുള്ളി ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നും വെള്ളത്തിന്റെ കണക്ക് ബോധ്യപ്പെടുത്തിയാൽ CPIയുടെ സംശയങ്ങൾ മാറുമെന്നും MP രാജേഷ് പറഞ്ഞു. സർക്കാർ വെബ്സൈറ്റിലുള്ള രേഖയാണ് രഹസ്യരേഖയായി പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് എന്ന പരിഹാസമാണ് MP രാജേഷ് നടത്തിയത്. മന്ത്രി പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നത് LDF ഘടകകക്ഷികൾക്ക് പോലും ബോധ്യപ്പെടാത്ത കാര്യങ്ങളെന്ന് VD സതീശനും പ്രതികരിച്ചു. മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 4200 കോടിയോളം രൂപയുടെ സ്പിരിറ്റാണ് കേരളത്തിലെത്തുന്നത്. ഇതുവഴി സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചത്. വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം അസത്യപ്രചരണം നടത്തുന്നുവെന്ന് MP രാജേഷ്. അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ 16-ാം തീയതി ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്രയെന്ന് 13 ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചും അപവാദങ്ങൾ ഭയന്നും നാടിന്റെ താല്പര്യത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച രമേശ് ചെന്നിത്തലയോട് എക്സൈസ് മന്ത്രിയുടെ ചോദ്യം ഇതാണ്: ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത്? മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? കണക്കുകൾ പറഞ്ഞ് വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടാകില്ലെന്ന് മന്ത്രിയുടെ വിശദീകരണം. CPIക്കെല്ലാം ബോധ്യപ്പെടുമെന്ന പ്രതീക്ഷയും. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും. ഫെബ്രുവരി 17 പാലക്കാട് അഹല്യ മഴവെള്ള സംഭരണി കാണാൻ മാധ്യമപ്രവർത്തകരെയും പ്രതിപക്ഷ നേതാക്കളെയും എക്സൈസ് മന്ത്രി ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ള സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 17-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ കാതലായ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറയുന്നില്ലെന്ന് VD സതീശൻ പ്രതികരിച്ചു. വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള എക്സൈസ് മന്ത്രിയുടെ നീക്കം ആരെ സഹായിക്കാനാണ്? എക്സൈസ് മന്ത്രിയും ഒയാസിസ് പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തിയത് എവിടെ വെച്ചാണെന്ന് വ്യക്തമാക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ ബ്രൂവറി അനുമതിയിൽ വിശദമായ ചർച്ച വേണമെന്ന് LDF ഘടകകക്ഷി JDS ആവശ്യപ്പെട്ടു. അനുമതി നൽകുമ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി ജാഗ്രത കാണിച്ചില്ലെന്നും പാർട്ടി നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. പകരം മന്ത്രിയാകാൻ താനില്ലെന്ന് വ്യക്തമാക്കി മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തെ മാത്യു ടി തോമസ് എതിർത്തു. മീഡിയ 1 തിരുവനന്തപുരം.